viewers, welcome back to my channel. So ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആണ്. കാറിൻ്റെ വിൻഷീൽഡ് വൈപ്പേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, എൻ്റെ കാറ് ഓൾട്രോസ് ആണ്. പിന്നെ അത് കുറേ മോഡ്സ് ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക്കലി വൈപ്പേഴ്സ് ഓൺ ആവാൻ വേണ്ടിയിട്ടുള്ളതും, അതേപോലെ മീഡിയം സ്പീഡ്, ഹൈ സ്പീഡ്, അങ്ങനെ കുറേ ലെവലിലുള്ള സ്വിച്ചസ് ഇവിടെ കാണാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് മോഡായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾക്ക് പിന്നെ ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അത് സെൻസ് ചെയ്തിട്ട് തന്നാലെ ഓൺ ആയിക്കോളും. ഫസ്റ്റ് വൺ, നമുക്കിപ്പം പൊടിയൊക്കെ പിടിച്ചിരിക്കുവാണെങ്കിൽ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് വൈപ്പേഴ്സ് കൊണ്ട് നമ്മുടെ ആ ഒരു ഗ്ലാസ് ഒന്ന് ജസ്റ്റ് കഴുകും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷാമ്പൂ കൂടി ആവശ്യമുണ്ടാവും, ജസ്റ്റ് പ്ലെയിൻ വാട്ടർ അല്ലാതെ. അപ്പം ജസ്റ്റ് നമ്മൾ ആദ്യം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാട്ടറിൻ്റെ കൂടെ തന്നെ ആ ഒരു സോപ്പ് അല്ലെങ്കിൽ ഷാമ്പൂവിൻ്റെ ആ സ്പ്രേയും കൂടി വരും. അതാണ് നമ്മൾ ഫസ്റ്റത്തെ ഓപ്ഷൻ വരുന്നത്. പിന്നെ ഈ ആരോ മാർക്ക് നമ്മൾ ഓഫ്, ഓൺ, ഓട്ടോ അങ്ങനത്തെ ഓരോ മോഡിൽ വെക്കുന്ന സമയത്ത് നമുക്ക് വൈപ്പേഴ്സ് അതിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് നോർമൽ ആയിട്ടുള്ള സ്പീഡിൽ നമ്മൾ വൈപ്പേഴ്സ് ഓൺ ആക്കുമ്പോഴുള്ള ഇതാണ്. അതായത് ഫസ്റ്റ് വൺ, അതായത് ഓട്ടോ അല്ലാതെ ജസ്റ്റ് നോർമൽ സ്പീഡിലുള്ളത്. അതിൻ്റെ മേലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ നമുക്ക് നമ്മുടെ വൈപ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. നല്ല പെരുമഴയൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ നല്ലപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെയും പുൾ ചെയ്തു. ആ സമയത്ത് പിന്നെയും ഷാമ്പു വന്നു, നല്ലപോലെ ക്ലീൻ ആക്കി. പിന്നെ നമ്മൾ കുറേ കഴിയുമ്പം നമ്മൾ ഷാമ്പു ഫില്ലാക്കി കൊടുക്കണം. ഞാനിപ്പം ഓട്ടോ മോഡിലേക്ക് ആക്കി. അപ്പം വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അത് സെൻസ് ചെയ്യുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ബാക്കിലെ മിറർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ബാക്കിലെ മിറർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഷാമ്പൂ സ്പ്രേയോട് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ ഇവിടെ നമുക്കതിന് സ്പെഷ്യലായിട്ട് ഒരു ചിഹ്നമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ഞാനിപ്പം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഈ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഷാമ്പൂ ഇല്ലാതെ നമുക്ക് ബാക്കിലെ ആ വിൻഡോ അല്ല, ആ ഒരു ഗ്ലാസ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെള്ളമുള്ള സമയത്ത് മാത്രം നമ്മൾ വൈപ്പർ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ഉറഞ്ഞു പാടാവും. നെക്സ്റ്റ് വണ്ണ് താഴത്തെ ഓപ്ഷൻ, അതായത് നമുക്ക് ആ ഒരു ഗ്ലാസ് വിത്ത് ഷാമ്പൂ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബാക്കിലെ ഗ്ലാസിൻ്റെ കേസിൽ മേലെ നിന്നാണ് ഷാമ്പൂ വരുന്നത്. അതേപോലെ ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താഴെ നിന്നാണ് ഈ ഒരു ഷാമ്പൂ വരുന്നത്. പിന്നെ ഷാമ്പൂ നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ലാക്കണം. ഇനി മേലെയും സെയിം സ്പ്രേ അടിച്ചിട്ട് ക്ലീൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മേലത്തത് നമ്മൾ ചൂസ് ചെയ്താലും ബാക്കിലെ ആ വിൻഷീൽഡ് തന്നെയാണ് എന്താ പറയുക, ക്ലീൻ ആവുള്ളൂ. ആദ്യമായിട്ടൊക്കെ കാറ് വാങ്ങുന്നവരാണെങ്കിൽ പെട്ടെന്ന് മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു പാനിക്കാവും, എങ്ങനെയാണ് ഈ വൈപ്പർ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. എസ്പെഷ്യലി കാറൊക്കെ ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം എൻഡ് സ്ക്രീനിലും ഐ ബട്ടണിലും ഞാൻ കുറേ വീഡിയോസും പ്ലേലിസ്റ്റുകളൊക്കെ ഇടുന്നതായിരിക്കും. അതൊക്കെ വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. Thank you.